സംസ്ഥാനങ്ങളുടെ അവകാശം പഠിക്കാൻ തമിഴ്നാട് സർക്കാർ പ്രത്യേക സമിതിയെ നിയോഗിച്ചിരിക്കുകയാണ്. ജസ്റ്റിസ് കുര്യൻ ജോസഫ് അധ്യക്ഷനായ സമിതിയാണ് നിയോഗിച്ചത്. ഇപ്പോൾ കാര്യത്തിൽ വളരെ പ്രധാനപ്പെട്ടൊരു നീക്കമാണല്ലേ? അതെ, ഫെഡറൽ തത്വങ്ങളിൽ പുനഃപരിശോധന വേണോ എന്നും സമിതി പരിശോധിക്കും. ജനുവരിയിൽ പ്രാഥമിക റിപ്പോർട്ട് സമിതി സമർപ്പിക്കുമെന്നാണ് സർക്കാർ വൃത്തങ്ങൾ അറിയിച്ചിട്ടുള്ളത്. കെ വി ശ്രീധരൻ ഒപ്പം ചേരുന്നു. കെ വി ശ്രീധരൻ, ഇത്തരമൊരു തീരുമാനം പ്രത്യേക സമിതിയെ നിയോഗിച്ചുകൊണ്ടൊരു നീക്കം നടത്തുന്നു. എത്രമാത്രം ആശാവഹമാണ് കാര്യങ്ങൾ? അസാധാരണമായിട്ടുള്ളൊരു നീക്കം തന്നെയാണ് തമിഴ്നാട് സർക്കാരിന്റെ ഭാഗത്തു നിന്നുണ്ടായിരിക്കുന്നത്. അതായത് കേന്ദ്ര സർക്കാരിനെതിരെ എല്ലാവിധത്തിലുള്ള ആയുധങ്ങളും എടുത്ത് പോരാടുകയാണ് തമിഴ്നാട് സർക്കാർ. ഏതായാലും പുതിയതായിട്ടൊരു സമിതിയെ കേന്ദ്ര സംസ്ഥാന ബന്ധങ്ങൾ സംബന്ധിച്ച് പഠിക്കാൻ, അല്ലെങ്കിൽ സംസ്ഥാനങ്ങളുടെ അവകാശങ്ങളെക്കുറിച്ച് പഠിക്കാൻ ജസ്റ്റിസ് കുര്യൻ ജോസഫ് ചെയർമാനായിട്ടുള്ള ഒരു സമിതിയെ മൂന്നംഗ സമിതിയെ നിയോഗിച്ചിരിക്കുകയാണ് തമിഴ്നാട് സർക്കാർ. ഫെഡറൽ തത്വങ്ങളിൽ പുനഃപരിശോധനകൾ വേണോ തുടങ്ങിയ കാര്യങ്ങളും ഈ സമിതി പരിശോധിക്കും. ഈ സംസ്ഥാനങ്ങളുടെ അവകാശത്തിൽ കേന്ദ്രം കടന്നുകയറുന്നു എന്ന ആക്ഷേപങ്ങൾ വളരെ അധികം നിലനിൽക്കുന്ന ഒരു സാഹചര്യത്തിലാണ് ഇത്തരത്തിൽ തമിഴ്നാട് സർക്കാരിന്റെ ഭാഗത്തുനിന്ന് ഒരു തീരുമാനം വന്നിരിക്കുന്നത്. ഏതായാലും ജനുവരിയിൽ റിപ്പോർട്ട് സമിതി പ്രാഥമിക റിപ്പോർട്ട് നൽകും. അതിനുശേഷം 2 വർഷത്തിനകം വിശദമായിട്ടുള്ള റിപ്പോർട്ട് നൽകും എന്നാണ് അറിയിച്ചിരിക്കുന്നത്. ഈ ചട്ടം 110 അനുസരിച്ച് നിയമസഭയിൽ മുഖ്യമന്ത്രി MK സ്റ്റാലിനെ സംബന്ധിച്ച് ഒരു പ്രസ്താവന നടത്തുകയായിരുന്നു. ഏതായാലും ഈ വിഷയത്തിൽ സംസ്ഥാനങ്ങൾക്ക് എതിരെ കേന്ദ്രം, അല്ലെങ്കിൽ അവകാശങ്ങളിൽ കേന്ദ്രം കടന്നു കയറുന്നതിനെതിരെ അണ്ണാ-DMK ഇനി നിലപാട് വ്യക്തമാക്കേണ്ടി വരും. അത്തരത്തിലൊരു രാഷ്ട്രീയം കൂടി ഇതിന് പുറകിലുണ്ട്. പ്രത്യേകിച്ച് NDA സഖ്യത്തിൽ നിൽക്കുന്ന അണ്ണാ-DMK തമിഴ്നാട് ഉയർത്തുന്ന ഈ ഒരു വലിയ വിഷയത്തിൽ എങ്ങനെ നിലപാടെടുക്കും എന്നുള്ളതും ശ്രദ്ധേയമായിട്ടുള്ള ഒരു കാര്യമാണ്. ശരി, കെ ബി ശ്രീധരനാണ് ആ വിവരങ്ങൾ നൽകിയത്.